PV Anwar MLA മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. അവിടെ സ്റ്റേഷനിൽ വന്ന് സ്വാഭാവികമായും ഇത് അറിയേണ്ട ഒരാള് ഇത് രജിസ്റ്റർ കീപ്പ് ചെയ്യുന്നത് ഈ സ്റ്റേഷന്റെ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. ആ SHOയെ വിളിച്ചു, അദ്ദേഹം ഇവിടെ ഇല്ല. പിന്നെ റൈറ്ററോടാണ് ചോദിക്കാൻ സാധിക്കുക. ഞാനിപ്പോൾ കണ്ട പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത് അവർ 3-4 മാസം, ഒരു 6 മാസത്തിനുള്ളിൽ ഇവിടെ വന്നവരാന്നാണ്. അവർക്കറിയില്ല. അപ്പോൾ റൈറ്ററെ വിളിച്ചപ്പോൾ അദ്ദേഹം ഇപ്പോഴും എയർപോർട്ടിലേക്ക് കേസ് നോക്കാൻ പോയിരിക്കണം. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഇപ്പോഴും വിട്ടിട്ടില്ല, മനസ്സിലായില്ലേ? അപ്പം ഏറ്റവും ആകർഷണ കേന്ദ്രം എയർപോർട്ടായിട്ട് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. സുജിത് ദാസ് ഈ കാന്തം ഉണ്ടല്ലോ, എന്താ പറയാ, ആ മാഗ്നറ്റിക് പവർ ഇപ്പോഴും ഇവിടുന്ന് ഒഴിവായിട്ടില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വ്യാപകമായി പറയപ്പെടുന്നത് വലിയ പണപ്പിരിവ് നടത്തിയിരിക്കുകയാണ്. എന്താണ്? കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ ഒരു കെട്ടിടം കൂടി നിർമ്മിക്കണം. പോലീസുകാർ ഭയങ്കര പ്രയാസത്തിലാണ്. അതുകൊണ്ട് ഞാൻ അതിന് മുൻകൈ എടുത്തിരിക്കുകയാണ്. സർക്കാരിന് ഭയങ്കര സാമ്പത്തിക പ്രതിസന്ധിയാണ്, എല്ലാവർക്കും അറിയാലോ. 5 പൈസ കേന്ദ്രം തരുന്നില്ല. 1,20,000 കോടി രൂപ കേന്ദ്രം തരാനുണ്ടെന്നറിയാം. ശമ്പളം കൊടുക്കാൻ തന്നെ ബുദ്ധിമുട്ടുന്നു. ഇടക്കാലത്ത് പെൻഷൻ നിന്നുപോയി. ഇങ്ങനെയൊക്കെ ആയിട്ട് പോകുന്ന 1.5 വർഷമായല്ലോ. അപ്പൊ സർക്കാരിനെ സഹായിക്കാൻ അങ്ങോട്ട് തീരുമാനിച്ചു അദ്ദേഹം. ഒരു സ്റ്റേഷനിൽ ഒതുങ്ങിയത് കൊണ്ട് മലപ്പുറം ജില്ലയിലെയും തൊട്ടടുത്ത കോഴിക്കോട് ജില്ലയിലെയും കോറി വ്യവസായികളൊക്കെ തൽക്കാലം രക്ഷപ്പെട്ടു. അദ്ദേഹം എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഇങ്ങനെ സപ്പോർട്ടിംഗ് കെട്ടിടങ്ങൾ കെട്ടാതിരുന്നത് ഈ നാടിന്റെ ഭാഗ്യമായി കാണുന്നു ഞാൻ. അപ്പോൾ ഇങ്ങനെ സ്വാഭാവികമായിട്ട് ഒരു SP വിളിക്കുകയാണ് ഒരു കോറി ഉടമയെ. എങ്ങനെ കോട്ടക്കൽ ഒരു പോലീസ് സ്റ്റേഷന് ഒരു സപ്പോർട്ടിംഗ് ബിൽഡിംഗ് കെട്ടുന്നുണ്ട്, നിങ്ങൾ ഇത്ര ലക്ഷം രൂപ നൽകണം. സഹായിക്കണം എന്നില്ല വാക്കൊന്നും അദ്ദേഹത്തിന് വരില്ല. പിന്നെ ഇവിടുത്തെ ഈ പറയുന്ന ഒന്നും അറിയാത്ത സാധാരണക്കാരായ കോട്ടക്കൽ, നമുക്കറിയാം മലപ്പുറം ജില്ലയിൽ തന്നെ വലിയൊരു കൊമേഴ്സ്യൽ സിറ്റിയായി മാറിയിരിക്കുക. ഒരുപാട് വ്യാപാര സമുച്ചയങ്ങളുണ്ട്. ഈ പരിസര പ്രദേശത്തെ വ്യാപാരികളോട് ഈ നാട് നീളെ കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്തത് പോക്കറ്റിലാക്കാൻ ഉണ്ടാക്കിയ മറ്റൊരു പദ്ധതിയാണ് ഈ കാണുന്ന ഈ 2 മുറി ബിൽഡിംഗ്. അപ്പൊ ഈ വിഷയം ഇന്നലെ ബഹുമാനപ്പെട്ട DIG മലപ്പുറത്ത് നടത്തിയ മൊഴിയെടുപ്പിൽ ഈ വിഷയം പ്രത്യേകമായി തന്നെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനൊരു വൻ അഴിമതി പണമുണ്ടാക്കാനായിട്ട് SP-യുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. എന്റെ അന്വേഷണത്തിൽ ആ തരത്തിലുള്ള സർക്കാരിന്റെ ഒരു ഫണ്ടോ പെർമിറ്റോ ഒന്നുമില്ല. അപ്പോ ആ ബോർഡ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഒരു ഫലകം അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് സൂചനയാണ്. സാധാരണ സർക്കാരിന്റെ കെട്ടിടങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിന്റെ പെർമിഷന് എങ്ങനെ ഫണ്ട് വന്നു, എത്ര രൂപ ചെലവഴിച്ചു, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഇനി പൊതുവിൽ പിരിച്ചെടുത്തതാണെങ്കിൽ അത് പ്രത്യേകം ആ ഫലകത്തിൽ എഴുതണം, അത് പ്രദർശിപ്പിക്കണം. ആ പണം തന്ന ആളുകളുടെ ഡീറ്റെയിൽസ് വെളിപ്പെടുത്തണം. ഒന്നുമില്ല. അതായത് കഴിഞ്ഞ 3 ചില്ലാന വർഷക്കാലം ADGP അജിത് കുമാറിന്റെ ശിക്ഷനായി ഈ കൊള്ളക്കും കൊലക്കും ഈ തട്ടിപ്പിനും ഈ കള്ളക്കടത്തിനും ഒക്കെ കൂട്ടുനിന്ന് അതിന്റെ ഒരു നേർക്കാഴ്ചയായി, അതിന്റെ ഒരു സ്മാരകമായി ഒരു കെട്ടിടം കോട്ടക്കൽ അങ്ങാടിയിൽ പോലീസ് സ്റ്റേഷന്റെ മുറ്റത്ത് നിലനിൽക്കുകയാണ്. ഇതാണ് വെള്ളരിക്ക പട്ടണം എന്ന് പറയുന്നത്. ഇവരെന്താ മനസ്സിലാക്കിയത്? ഇത് ആരും ഒന്നും കാണില്ല. ലോകം അവസാനിക്കുന്നവരെ ADGP അജിത് കുമാർ, ഇവിടുത്തെ ADGPയും സുജിത് ദാസ്, അദ്ദേഹം റിട്ടയർ ചെയ്യുന്നവരെ ഇവിടെ SP-യും അതിന്റെ മോളെ എന്നോട് പറഞ്ഞതുപോലെ MLA-യുടെ വിനീത വിധേയനായി 25 വർഷം സേവനം ചെയ്ത് നിങ്ങളെ സഹായിക്കാൻ ഞാനുണ്ടാകുമെന്ന് പറഞ്ഞതുപോലെ തന്നെയാണ്. അതൊക്കെയാണ് ഇതിന്റെ സാക്ഷ്യപത്രം. ആ പറഞ്ഞതിന്റെ ബാക്കി പത്രമാണ്. എന്തുകൊണ്ട് പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത പണത്തിന്റെ വിവരങ്ങൾ ഇവിടെ ബോധ്യപ്പെടുത്തിയില്ല? ഇതൊരു വില്ലേജ് ഓഫീസിലോ ഒരു പഞ്ചായത്ത് ഓഫീസിലോ ഒരു സർക്കാർ ആശുപത്രിയുടെ മുറ്റത്തോ ആണെങ്കിൽ ആരത് കൈകാര്യം ചെയ്യുക? അതിനവിടുത്തെ പൊതുപ്രവർത്തകരുണ്ടാവും, അവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരുണ്ടാകും, ആ നാടിലെ ഇതുമായി ബന്ധപ്പെട്ട ആളുകളുണ്ടാവും, അതിനൊരു കമ്മിറ്റി ഉണ്ടാകും, അതിനൊരു പിരിവുണ്ടാകും, അതിനൊരു കണക്കുണ്ടാകും. അതൊക്കെ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാണ്. ജനങ്ങൾക്ക് അതിൽ ഇടപെടാൻ കഴിയും, അത് അന്വേഷിക്കാൻ കഴിയും. ആ കമ്മിറ്റി ജനറൽ ബോഡി ഉണ്ടാവും, കണക്ക് അവതരിപ്പിക്കും. ഈ കെട്ടിടം നിർമ്മിച്ച് പൂർത്തിയാകുമ്പോൾ ഇത് നാട്ടിൽ നടക്കുന്നതല്ലേ?
പോലീസ് സ്റ്റേഷന്റെ മുറ്റത്തേക്ക് ആരെങ്കിലും കയറി വരുമോ? കഴിഞ്ഞ 3-3.5 കൊല്ലത്തിന്റെ ഇടയ്ക്ക് എന്താണ് മലപ്പുറം ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളുടെ അവസ്ഥ? മാന്യന്മാർക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത ഈ പറയുന്ന സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രങ്ങളാക്കി മാറ്റിയില്ലേ പോലീസ് സ്റ്റേഷനുകൾ? അപ്പൊ ആരും ഒന്നും അറിയില്ല. എന്തായാലും ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് എന്നെ അറിയിച്ച ഇവിടുത്തെ പൊതുപ്രവർത്തകർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും സത്യത്തിൽ ഈ നാട് അഭിവാദ്യം അർപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഈ വിഷയത്തെക്കുറിച്ച് വളരെ വിശദമായ ഒരു പരാതി നൽകും. ഇന്നലെ നൽകിയ പരാതിയിൽ ബഹുമാനപ്പെട്ട DIG ആ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാധാരണ നിർമ്മാണ കമ്പനിയാണോ ഇല്ലെങ്കിൽ മറ്റേ കരാറുകാരന്റെ ഡീറ്റെയിൽ ഒരു ASI ആണ് നിർമ്മാണ ചുമതലയൊക്കെ വഹിച്ചിരിക്കുന്നത്? അതെ, ഇതൊരു ഇങ്ങനെ പൊട്ടിമുളയ്ക്കാതെ നമ്മൾ കൂണൊക്കെ പൊട്ടിമുളക്കുമല്ലോ. പൊട്ടിമുളക്കുന്ന കൂടിന്റെ ചുവട്ടിൽ ഞാൻ ഇന്ന ദിവസം സ്വയം പൂജാദിനായി എഴുതി വെക്കുമോ എന്ന് പറഞ്ഞതുപോലെ അല്ലാതെ ഇതെന്താണ്? നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. നിങ്ങളൊക്കെ ഇപ്പൊ ഞാൻ വരുന്നതിന് മുമ്പ് വന്നത് പരിശോധിച്ചാണ്. ഇങ്ങനെ ഒരു കെട്ടിട നിർമ്മാണം ഉണ്ടാവുമോ? ആളുകൾ സഹകരിച്ചുകൊണ്ട് ഈ നാടാകെ ഗവൺമെന്റിനോടൊപ്പം നിന്നുകൊണ്ട് ആളുകൾ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ സഹകരിക്കുന്നുണ്ട്. അങ്ങനെയാണോ ഇത്? അങ്ങനെയാണെങ്കിൽ അത് വെളിവാക്കപ്പെടണ്ടേ? ഈ പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ടവരെ വിളിച്ചിട്ട് ഇവിടുത്തെ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലെ ജനപ്രതിനിധികളെ വിളിച്ചിട്ട് ഈ കണക്ക് അവതരിപ്പിച്ചോ? ബോധ്യപ്പെടുത്തിയോ? ഓഡിറ്റിന് വിധേയമാക്കിയോ? ഒന്നുമില്ല. ഇത് എന്റെ തറവാടാണ്. ഞാൻ ഉദ്ദേശിച്ചത് എന്തും ഇവിടെ നടത്തും. ഇങ്ങോട്ടാരും കയറി വരണ്ട എന്ന അജിത് കുമാറിന്റെയും ADGP അജിത് കുമാറിന്റെയും ഈ പറയുന്ന സുജിത് ദാസിന്റെയും ആ ധാർഷ്ട്യത്തിന്റെ തെളിവല്ലേ ഇത്? ഏത് നാട്ടിലാണ് നടക്കുക? തമിഴ്നാട്ടിൽ നടക്കുവോ? ആന്ധ്രയിൽ നടക്കുവോ? അപ്പോ ഒരു ക്രിമിനൽ സംഘം ആകെ വരിഞ്ഞു മുറുക്കുക, എങ്ങനെയും പണമുണ്ടാക്കുക. എന്നാലോ ഉണ്ടാക്കി കഴിഞ്ഞാലോ എന്താ പത്രത്തിൽ വാർത്ത? വലിയ സേവനം സുജിത് ദാസ് ഈ പോലീസുകാർക്ക് വേണ്ടി ചെയ്തു, വലിയ മേന്മ. ആ മേന്മ ഒരു ഭാഗത്ത് നടിക്കുകയും സാമൂഹ്യ പ്രതിബദ്ധത നടത്തുകയും ഞാൻ ഈ ഇന്നലെയും മിനിയാന്നും പറഞ്ഞതുപോലെ ആര് പിടിച്ച് സ്വർണം കൊടുത്താലും ആ പിടിക്കുന്നതിന് 15% സെൻട്രൽ ഗവൺമെന്റ് കസ്റ്റംസിന്റെ റിവാർഡുണ്ട്. ആ റിവാർഡൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ കസ്റ്റംസിനെ ഏൽപ്പിക്കില്ല. പിടിക്കുന്ന സ്വർണം ഈ 15% ഈ വലിയ സേവനം ചെയ്യുന്ന പോലെ ഒഴിവാക്കി കൊണ്ടോട്ടിയിലെ സകല തട്ടാന്മാരെ എടുത്തും കൊടുത്ത് ഉരുക്കി 15% പകരം 40-50% അതിൽ നിന്ന് കവർന്നെടുക്കുന്ന ആ രീതിയുടെ മറ്റൊരു രൂപം.